ഇസ്ലാമിക രാഷ്ട്രീയം പിടിമുറുക്കുന്നുവെന്ന ബി.ജെ.പി. ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. തീവ്ര ഇസ്ലാമിക ശക്തികളെ ഭയന്ന് കേരളത്തിൽ വന്ദേമാതരം ഒരു വരി പോലും ആലപിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങളെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ പോലും നിയമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ബാക്കി സംസ്ഥാനങ്ങളിലെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പൂർണ്ണ അർത്ഥത്തിൽ വന്ദേമാതരം ആലപിച്ചു. ഹിമാചൽ പ്രദേശ് ആയാലും തെലുങ്കാന ആയാലും ഈവൻ കാശ്മീർ ആയാലും അവർ അതിനെയൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഇവിടെ ഒരു വരിയും പാടാൻ പാടില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവിടെ സർക്കുലർ ഇറക്കി. സാധാരണഗതിയിൽ വന്ദേമാതരം 2 സ്റ്റാൻസ പാടാം എന്നിവർ സമ്മതിച്ചതാണ്. അപ്പോൾ ലീഗുകാരുടെ താല്പര്യമാണ്, ഇവിടെ ഒരു വരി പോലും വന്ദേമാതരം പാടില്ല. അപ്പോൾ ഈ നിലപാടുകളിലെല്ലാം മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലത്തെ റാഡിക്കൽ എലിമെന്റ്സിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് വി.ഡി. സതീശൻ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സെക്രട്ടറിയെ വെച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ് തന്നെയാണ്. സംസ്ഥാനത്തെ നിരവധി മന്ത്രിമാരുടെ വകുപ്പുകളിൽ, ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ വകുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര നിലപാടുള്ള ഇന്ത്യ വിരുദ്ധമായിട്ട് എപ്പോഴും അതിന് നേതൃത്വം നൽകുന്ന, അതറിയണേ മാധ്യമം പിന്നെ മീഡിയ കൊണ്ട് നമ്മൾ കണ്ടാൽ മതി. അവരുടെ ഒഫീഷ്യൽ ലീഡേഴ്സിനെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ആരാണ് കൂടുതൽ അവരെ കൂടെ നിൽക്കുന്നതെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ഈ കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം ഇങ്ങനെ പിടിമുറുക്കുകയാണ്. വന്ദേമാതര ആലാപനത്തിൽ ഉൾപ്പെടെ PM ശ്രീയിൽ ഉൾപ്പെടെ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ആ പിന്നിലെ ഇസ്ലാമിക രാഷ്ട്രീയം കൃത്യമായ വിമർശനം തന്നെയല്ലേ കെ സുരേന്ദ്ര ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്? വിവരങ്ങൾ. ഇന്ന് ഡൽഹിയിൽ ജനം ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കെ സുരേന്ദ്രൻ ആഞ്ഞടിക്കുകയുണ്ടായത്. സംസ്ഥാനത്ത് സർക്കാരിൽ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതിന് പല കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം കോൺഗ്രസ് പൂർണ്ണമായും ആലപിച്ചപ്പോൾ കേരളത്തിൽ അതുണ്ടായില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സർക്കുലർ ഇറക്കി അത് തടഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്വാധീനത്താലാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പോലും ശക്തമായ സ്വാധീനം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചെലുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങളെയാണ് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന കലാപങ്ങളിൽ VC-മാരെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ വന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. അത് പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ചാൻസലറുടെ തീരുമാനമാണ് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ അന്തിമമെന്നും നേരത്തെ കോടതി പോലും അത് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ഗവർണർ PSC വിഷയത്തിൽ ഇടപെടുകയും ചെയർമാനെ വിളിച്ചു വരുത്തുകയും ചെയ്തതിനെതിരെ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തിയ പ്രസ്താവനകളിൽ എതിർപ്പിൽ ഈ കെ സുരേന്ദ്രൻ തിരിച്ചടിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഗവർണർക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള എല്ലാ അധികാരവുമുണ്ട്, അതിൽ ഭരണപരമായ പരിചയമില്ലാത്തത് കൊണ്ടാകാം വി.ഡി. സതീശൻ അതിനെ എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. CPIM-ന്റെ പോഷക സംഘടനകൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തകർന്ന തരിപ്പണമായെന്നും SFI-ലും DYFI-ലും ആളില്ലാത്ത അവസ്ഥയാണ്, അക്രമത്തിലൂടെ ആളെ കൂട്ടാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ ED അന്വേഷണം നടക്കുന്നുണ്ട്. പിണറായിയുടെ മകൾക്കെതിരെ ED അന്വേഷണത്തിൽ കാലതാമസമുണ്ടായത് കോടതിയുടെ ഇടപെടൽ മൂലമാണ് എന്ന് ഗുരുതരമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് വച്ച് താമസിപ്പിച്ചു, തെരഞ്ഞെടുപ്പ് വരെ കഴിയും വരെ എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. താൻ കോടതിക്കെതിരല്ല, പക്ഷേ കോടതി അത് വെച്ച് താമസിപ്പിച്ചു എന്ന അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. വീണ വിജയനെതിരെ കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും ED അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ ED-യെ തൊടാനോ ഇനി CPIM-ന് ധൈര്യം വരില്ലെന്നും കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ ഷംസീറിനെതിരെ നടത്തിയ പ്രസ്താവനയിൽ കഴമ്പ് ഉണ്ട്, കാമ്പുണ്ട് എന്ന് പറഞ്ഞ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് ഗണപതി മിത്താണെന്ന് പറയുന്നയാൾ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വൈരുദ്ധ്യത്തെയും ചൂണ്ടിക്കാട്ടി. പാലത്തായിയിൽ പത്മരാജൻ മാസ്റ്റർ അതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു. അതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇടത് ഇസ്ലാമിസ്റ്റ് മാധ്യമ ഗൂഢാലോചനയുടെ ഇരയാണ് പത്മരാജൻ മാസ്റ്റർ എന്നാണ്. ആ ഇന്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നാളെ രാവിലെ 8:30-ക്ക് ജനം TV-യിൽ കാണുകയും ചെയ്യാം.
ശരി, വ്യക്തമാണ് ശ്രീകാന്ത്. കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം പിടിമുറുക്കുന്നുവെന്ന BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ ജനം ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.